സാർ, ഈ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് അതിപ്പോൾ തീരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അതങ്ങനെ തീരുന്നില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം പുടിൻ ഇപ്പോഴും പിടിച്ച പിടിയാലെ നിൽക്കുകയാണ്. പുടിൻ പറയുന്നത് പൂർണ്ണമായിട്ടും കീവ് സൈന്യത്തെ പിൻവലിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ഈ സമാധാന ഉടമ്പടിയിൽ 28-ന് സമാധാന ഉടമ്പടിയിൽ ഈ ഉക്രൈനെ സംരക്ഷിക്കാനുള്ള യാതൊരു തരത്തിലുമുള്ള ഒരു ബൈലോയും അതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും റഷ്യ പറയുന്നത് പോലെ ഉക്രൈൻ ഈ ഭാഗങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും സൈന്യത്തെ പിൻവലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് വരുന്നത് ഒരു പൂർണ്ണമായ അടിച്ചമർത്തലിന്റെ കാലമായിരിക്കില്ലേ? ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഇത് സംബന്ധിച്ചുള്ള തർക്കത്തിൽ ഇനി നീണ്ടുപോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? വാസ്തവത്തിൽ ഉക്രൈൻ എന്ന് പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രം, സാപ്പോറോഷിയ എന്ന് പറയുന്ന ആണവ പ്ലാന്റ് ഉള്ള ഒരു രാഷ്ട്രം, പക്വതയോട് പെരുമാറേണ്ട ആ ഉക്രൈൻ അവിടെ പെട്ടെന്ന് ഒരു കൊമേഡിയനായിട്ടുള്ള സിനിമാ നടൻ അതിൻ്റെ തലപ്പത്ത് വരുന്നു, രാഷ്ട്ര മേധാവിയായിട്ട് തീരുന്നു, എടുത്തു ചാടി ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു റഷ്യയുമായിട്ട്. നമുക്ക് അതിലൊരു പക്വത വേണ്ടേ? ആ ഒരു രാഷ്ട്രവുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള കരുത്ത് നമുക്കുണ്ടോ? എന്താണ് അടിസ്ഥാനം? ഇതറിയണ്ടേ? അതിന് വ്യക്തമായിട്ടൊരു കരാർ വേണ്ടേ? നോക്കൂ, ബംഗ്ലാദേശ് എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആദ്യം ചെയ്തത് എന്താ? സോവിയറ്റ് യൂണിയനിലേക്ക് പോയി ഇൻഡോ സോവിയറ്റ് സമാധാന കരാർ ഒപ്പുവെച്ചു. അതിനുശേഷമേ യുദ്ധം തുടങ്ങിയുള്ളൂ. അതും കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞു ഡിസംബർ ആയപ്പോഴാണ് മനോജ് ഷാ പറഞ്ഞത് നമ്മൾ യുദ്ധത്തിന് തയ്യാറായപ്പോൾ മാത്രമാണ് യുദ്ധം ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ യുദ്ധം ആരംഭിക്കേണ്ടത്. അങ്ങനെ അല്ലാതെ റഷ്യയ്ക്ക് നേരെ ഒരു യുദ്ധം, റഷ്യ എന്ന് പറയുന്ന ലോകത്തിലെ നമ്പർ 1 സൈനിക ശക്തികളിലൊന്നാണ്. ആ രാജ്യവുമായിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടോയെന്നൊന്ന് നോക്കണ്ടേ? അതിൻ്റെ ഒരു പക്വത വേണ്ടേ? അവിടെ ചർച്ച ചെയ്യണ്ടേ പാർലമെൻറ്റിൽ? എടുത്തുചാടി ഒരു യുദ്ധത്തിലേക്ക് പോയതിൻ്റെ കെടുതികളാണിപ്പോൾ ലോകവും യുക്രൈനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോവിയറ്റ് റഷ്യ ഇപ്പോൾ ഏകപക്ഷീയമായിട്ട് വിജയം നേടിക്കൊണ്ട് ഇപ്പോൾ യുക്രൈൻ വീണ് കഴിഞ്ഞു. യുക്രൈൻ്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം വീണ് കഴിഞ്ഞു. ഉക്രൈൻ്റെ ഊർജ്ജം നൽകുന്ന കേന്ദ്രങ്ങളാണ് അവർ തകർത്തത്. ഉക്രൈൻ മുഴുവൻ ഊർജ്ജ പ്രതിസന്ധിയിലാണ്, ഇരുട്ടിലാണ്. സപ്രോഷ്യ പോലുള്ള പ്ലാന്റുകളിൽ നിന്ന് ഇഷ്ടംമാതിരി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാവുന്ന സമ്പന്നമായി കഴിഞ്ഞിരുന്ന രാജ്യം ഈ സമ്പന്നത എങ്ങനെ വന്നു? ലെനിനും സ്റ്റാലിനും അങ്ങനെയുള്ള ഭരണാധികാരികളും നൽകിയതാണ്. യുക്രൈന് വാരിക്കോരി ചൊരിഞ്ഞ വ്യവസായങ്ങളും അതുപോലെ തന്നെ അവിടെ അഭിവൃദ്ധിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, റോഡുകൾ, പാലങ്ങൾ ഇതെല്ലാം നിർമ്മിച്ച് നൽകിയതിൻ്റെ ഫലമായിട്ട് അവരുടെ നാസി പടയാളികൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഒരു പിന്തുടർച്ച തന്നെയായിരുന്നു. ഇപ്പോൾ എന്താ ചെയ്യുന്നത്? നാസി പോരാളികളെ വെച്ചിട്ടാണ് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ തത്വശാസ്ത്രം അവിടെ നിൽക്കട്ടെ. അതേസമയം തന്നെ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകളെപ്പോലും റഷ്യൻ ഭാഷ സംസാരിക്കരുത്, ഉക്രൈൻ്റെ ഭാഷ സംസാരിക്കണം നിങ്ങളെന്ന് പറഞ്ഞ് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ഒരു യൂറോപ്യൻ സംസ്കാരത്തിലേക്ക്, റഷ്യയുടെ തനതായിട്ടുള്ള സംസ്കാരത്തിൽ നിന്ന് മാറ്റി ഒരു യൂറോപ്യൻ സംസ്കാരത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയും ഞങ്ങളെല്ലാം യൂറോപ്യന്മാരാണ്, റഷ്യയുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന മട്ടിലേക്ക്. നമ്മുടെ നാട്ടിൽ നോക്കൂ, മലയാളം സംസാരിക്കാതെ ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചുകൊണ്ട് മലയാളത്തെ മോശമായിട്ട് ഉച്ചരിക്കുന്നവരെ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നില്ലേ? തീർച്ചയായിട്ടും അതുപോലൊരു വിഷമം റഷ്യയ്ക്കുമുണ്ട്. അവരുടെ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ അവർ പല ഒരു മിലിറ്ററി ഓപ്പറേഷനിലൂടെ പിടിച്ചടക്കിയതാണ് സംഭവിച്ചത്. അതൊരിക്കലും തിരിച്ചു പിടിക്കാൻ യുക്രൈന് കഴിയുകയുമില്ല. അദ്ദേഹം വിചാരിച്ചത് ചുറ്റുമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ നാറ്റോ രാജ്യത്തിലെ ഒരു സഖ്യകക്ഷിയായിട്ട് ചേരാമെന്നൊക്കെയാണ്. ആ മോഹം എന്നേക്കുമായിട്ട് ഇപ്പോൾ ആദ്യത്തെ വലിയൊരു വടിയേറ്റത് അതാണ്. അമേരിക്ക തന്നെ പറഞ്ഞ് നാറ്റോ സഖ്യത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഈ നാറ്റോ സഖ്യം വന്നു കഴിഞ്ഞാൽ റഷ്യക്ക് വലിയ ഭീഷണിയാണ്. എന്താണെന്നറിയോ? വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെയാണ്. ചുറ്റുമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ നാറ്റോ സഖ്യത്തിൽപ്പെട്ട രാജ്യങ്ങളാണ്, അവരുടെ ഐക്യത്തിൽപ്പെട്ട രാജ്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഈ നാറ്റോയുടെ ആവശ്യം എന്താണ്? 2ാം ലോകമഹായുദ്ധത്തിൽ നിലവിൽ വന്ന ഒരു ശക്തിയാണത്. അതിൻ്റെ ആവശ്യം എന്താണ്? ഇനിയും വീണ്ടും ഒരു യുദ്ധം ഉണ്ടാക്കുമ്പോൾ അതിനുപയോഗിക്കാനോ? എന്നെ പിരിച്ചുവിടേണ്ട ഒരു സഖ്യമാണ്. ആ സഖ്യത്തെ കൊണ്ടുവന്നിട്ട് വളഞ്ഞിട്ട് റഷ്യയെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു യൂറോപ്പിൻ്റെ ലക്ഷ്യം. അമേരിക്ക അത്ര തീവ്രമായ നിലപാടെടുക്കുന്നില്ലെങ്കിലും യൂറോപ്പ് തീവ്രമായ നിലപാട് എടുക്കുന്നു. എന്നാൽ ഈ തീവ്രമായ നിലപാടെടുക്കുന്നതിന് തക്ക ആയുധമോ പണമോ അവർക്കുണ്ടോ? ഇല്ല. മിക്കവാറും എല്ലാ രാജ്യങ്ങളും തകർന്നടഞ്ഞ സമ്പദ് വ്യവസ്ഥകളാണ്. വികസിത രാഷ്ട്രങ്ങളാണ് ഓഫ് കോഴ്സ്. പക്ഷേ ആയുധം കൊടുക്കാനുള്ള സാമർഥ്യമോ പണമോ ഒന്നും അവർക്കില്ല. ഈ 4 വർഷത്തിനിടയിൽ കൊടുത്ത് അവരുടെ കയ്യിലുള്ളത് ഒന്നും കൊടുത്തില്ല. അവർ കുറച്ച് മാത്രം. നോക്കൂ, അമേരിക്കയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സപ്ലയർ. ആയുധങ്ങളുടെ ആയാലും പണത്തിൻ്റെ ആയാലും അമേരിക്കയുടെ കയ്യിലേ അതുള്ളൂ. ഏറ്റവും സമ്പന്നമായ രാജ്യം. ബാക്കിയൊക്കെ വളരെ ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്.
ഈ ക്രൈസിസ് ഇപ്പോൾ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഊർജ്ജ പ്രതിസന്ധി. ഉം. യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അറിയാം, കത്തിക്കാൻ ഗ്യാസില്ല, പാചകം ചെയ്യാൻ ഗ്യാസ് ഇല്ലാതാണ് പല വീടുകളും. വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഇത്രയും പണം ഉണ്ടായിട്ടും വളരെ വില കൂടിയ പാചകവാതക സിലിണ്ടറുകളാണ് അവിടെ വാങ്ങിക്കുന്നത്. വില അതിന് ആഹാര സാധനങ്ങൾ അവരുടെ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വീട്ടിൽ ഉണ്ടാക്കുക, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം പുറത്തു പോയി കഴിക്കുന്ന ഒരു സംസ്കാരമാണ് അവിടെയൊക്കെ ഉള്ളത്. ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ അമിതമായ വില കൊടുക്കേണ്ടി വരും. വലിയ പ്രതിസന്ധിയിലാണ്. നമ്മുടെ നാട്ടുകാർ തന്നെ യൂറോപ്പിയ, മാൾട്ട, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലുണ്ട്. അവരോട് ചോദിച്ചാൽ മതി. വലിയൊരു പ്രതിസന്ധി ആ രാജ്യങ്ങളെല്ലാം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുക. നോക്കൂ, അമേരിക്കയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് വളരെ ഭീകരമായ ഭാഷയിൽ ഇദ്ദേഹത്തോട് സംസാരിച്ചു. അപമാനിതനായി നേരെ ലണ്ടനിലേക്ക് പോയി. ഞങ്ങൾ സഹായിക്കാമെന്ന് കെയ്ൻ സ്റ്റോം പറഞ്ഞു. കാര്യം ശരിയാണ്. പക്ഷേ എത്ര കൊടുത്തത്? ഏതാണ്ടൊരു 4-5 കോടി രൂപ. അത് ഇന്ത്യൻ റുപ്പിയിൽ വരുമ്പോൾ അത്രയേ കൊടുത്തുള്ളൂ. തങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് വല്ലതും യുദ്ധം ചെയ്യാൻ പറ്റും? യുദ്ധം ഭാരിച്ച ചിലവുള്ള ഒന്നാണ്. കോടിക്കണക്കിന് രൂപ ആവശ്യമുള്ള ഒന്നാണ്. അതിനുള്ള ഒന്നും യുക്രൈനില്ല. ധാതു സമ്പത്തുണ്ട്. അത് വിറ്റെങ്കിലേ കാശ് കിട്ടും. ഇപ്പോൾ വരാൻ പോകുന്ന അമേരിക്കയും യുക്രൈനും ഈ കാര്യത്തിൽ എഗ്രി ചെയ്തു. അവിടുത്തെ ധാതു സമ്പത്ത് നമുക്ക് പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞാൽ കോടാനുകോടി രൂപകളുടെ വിലയുള്ളതും മൂല്യമുള്ളതുമാണ്. നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ഈ ഫോസിൽ ഫ്യൂവൽ ഒഴിവാക്കിക്കൊണ്ടുള്ള ഏതൊരു ഇന്ധന നിർമ്മാണത്തിനും ആവശ്യമായിട്ടുള്ള സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ അപൂർവ ധാതുക്കൾ. അപ്പോൾ അത് ധാരാളമായിട്ട് ഈ യുക്രൈൻ രാജ്യത്തുണ്ട്. അത് ചൂഷണം ചെയ്യുക, അത് വിറ്റ് കാശുണ്ടാക്കുക, അല്ലാതെ യുക്രൈന് നിവർത്തിയില്ല. അങ്ങനെ വരുമ്പോൾ യുക്രൈൻ ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരും. പൈസ കയ്യിലുള്ളതെല്ലാം പോയി, ആയുധങ്ങൾ തീർന്നു കഴിഞ്ഞു. റഷ്യ ഓരോരോ പ്രദേശങ്ങളായിട്ട് ഇഞ്ചിങ് ടുവേർഡ്സ് വിക്ടറി എന്ന് പറയുന്ന പോലെ ഓരോ പ്രദേശങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. കീഴടങ്ങുക അല്ലാതെ ഒന്നും രക്ഷയില്ല. കയ്യിൽ ആയുധമില്ല. ആയുധം കയ്യിലില്ലാത്തവൻ അവരെ അടരാടുന്നത് എങ്ങനെ എന്നുള്ള പ്രതിസന്ധിയിലാണ്. ഇതിന് പുറമെ അമേരിക്കയ്ക്ക് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു സെലൻസ്കിയോട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ 2 വർഷം കൂടി പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഇല്ലിജിറ്റിമേറ്റ് ഗവൺമെൻറ്റാണ് അവിടെ ഉള്ളത്. അതിനു പുറമെ വൻ അഴിമതി ആരോപണം സെലൻസ്കിക്കെതിരെ ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് റഷ്യ പറയുന്നത്, പുടിൻ സർക്കാർ പറയുന്നത്, ദിസ് ഈസ് ആൻ ഇല്ലെജിറ്റിമേറ്റ് ഗവൺമെൻറ്. വി വിൽ ടോക്ക് ഓൺലി ടു എ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ഗവൺമെൻറ് എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നു കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ സെലൻസ്കി അവിടെ നിന്ന് മാറണം. എങ്കിൽ മാത്രമേ ചർച്ചകൾ ഉണ്ടാവൂ, പരിഹാരവും ഉണ്ടാവൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്ഥിതിയിലേക്ക് അപ്പോൾ ബാർഗൈനിങ് പവർ എന്ന് പറയുന്നത് റഷ്യ ആവുന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. അമേരിക്ക അതിന് മൗനസമ്മതവും നൽകിയിരിക്കുകയാണ്. അതാണ് സ്ഥിതി. യൂറോപ്പ് ഓൺലൈനായിട്ട് ചർച്ച നടന്നുണ്ട്. പക്ഷേ യൂറോപ്പിന് എന്ത് ചെയ്യാൻ പറ്റും? പണം കൊടുക്കാനുള്ള ആയുധം കൊടുക്കാനില്ല. പിന്നെ അവർക്ക് എന്ത് റോളാണ് പ്ലേ ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് യുക്രൈൻ്റെ യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയാം. പൂർണ്ണമായിട്ടും യുക്രൈൻ സൈനികരെ പിൻവലിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെലൻസ്കിയുടെ ജീവൻ അപകടത്തിലാവില്ല? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കണമെന്നില്ല. കാരണം സമാധാനപരമായ ഒരു ഒത്തുതീർപ്പാണെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പിന് സമ്മതിക്കുക അല്ലാതെ വേറെ ആൾട്ടർനേറ്റീവ് ഒന്നുമില്ല അദ്ദേഹത്തിന്. ഇങ്ങനെ അങ്ങ് മരിക്കാൻ തയ്യാറായിട്ടുള്ളൊരു ജനതയൊന്നും അവിടെ ഇല്ല ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ പ്രജിത പറഞ്ഞ പോലെ ഏറ്റവും ഒടുവിലായിട്ട് ഉക്രൈൻ ഒരേ ഒരു നൊബേൽ സമ്മാനമേ കിട്ടിയിട്ടുള്ളൂ. അത് കിട്ടിയ ആൾ പറഞ്ഞിരിക്കുന്നത്, അയാളുടെ സ്ത്രീയാണത്, ഒലസാൻഡ്ര മാട്രിച്യുക് എന്നാണ് പറയുന്നത് ഈ എഗ്രിമെൻറ്റിൽ ഇപ്പോൾ അമേരിക്കൻ റഷ്യ ഉണ്ടാക്കിയിരുന്ന പാക്റ്റിൽ ഒപ്പുവയ്ക്കരുത്. അത് തീർച്ചയായിട്ടും യുദ്ധ കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ നൊബേൽ സമ്മാനം കിട്ടിയവർ ആദർശപരമായ ലോകത്ത്, പ്രായോഗിക ലോകത്തല്ല ജീവിക്കുന്നത്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസിനും പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഷെയ്ഖ് ഹസീനെ പിടിച്ചങ്ങ് കൊന്നു കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്നുള്ള ഒരു വിശ്വാസം, അത് തെറ്റാണ്. ഈ നൊബേൽ സമ്മാനക്കാർ നല്ല ഭരണകർത്താക്കളല്ല എന്നുള്ളതാണ് ഈ സ്ത്രീ പറയുന്നതിൽ നിന്ന്. ഒരു മാനുഷികപരമായ കാര്യങ്ങളുണ്ടാവാം അതിനകത്ത്, പക്ഷേ പ്രായോഗികമായിട്ട് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് ഈ അലസാൻഡ്ര മിസ്ക്യുവച്ച് എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത്. തീർച്ചയായിട്ടും അത് ഗാർഡിയനാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ഗാർഡിയൻ പത്രമാണത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ വഴിക്ക് യുക്രൈന് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് തൽക്കാലം ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.